സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് അലേർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നതോടെ തീരദേശ മേഖലയിൽ ആശങ്കയുണ്ട്. പെരിയാറിൽ വൻതോതിൽ ജലനിരപ്പ് ഉയരുകയാണ്. വിവരങ്ങളുമായി SP ശ്രീനന്ദയും ഒപ്പം സുബിൻ തോമസും കൂടി ചേരുന്നുണ്ട്. സുബിൻ, പറയൂ, എന്താണ് ഇടുക്കിയിലെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ്? ഇടുക്കിയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത് മുല്ലപ്പെരിയാറിലെ മുഴുവൻ ഷട്ടറുകളും, അതായത് 13 മുഴുവൻ ഷട്ടറുകളും തുറന്നതോടുകൂടിയാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 3 ഷട്ടറുകൾ തുറന്നാണ് 75 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. നിലവിൽ 13 ഷട്ടറുകൾ ഉയർത്തി 7163 കടിയടി വെള്ളമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് നിലവിൽ ഇപ്പോൾ തീരദേശ മേഖലയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായും വണ്ടിപ്പെരിയാർ ടൗണിനോട് ചേർന്നുള്ള വള്ളക്കട ആറ്റുവരം, അതുപോലെ തന്നെ പശ്ചിമല ആറ്റുവരം, വികാസ് നഗർ, കറുപ്പുപാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനു മുമ്പ് 2018 ഉൾപ്പെടെ ഈ ഡാം തുറന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200ഓളം ആളുകളെ അല്ലെങ്കിൽ 200 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ഡാം തുറന്ന ഈ അവസാനമായി തുറന്ന 5 ഷട്ടറുകളിലെ വെള്ളം ഒഴുകി എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ വെള്ളം വെച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ ഈ കരകവിഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് എന്തായാലും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വരുന്നതായാണ് അവർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും വേണ്ട മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റു കാര്യം എന്നുള്ളത് ഇന്നലെ അസാധാരണമായ ഒരു മഴയാണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്തിരുന്നതാണ്. എന്തായാലും സുബിന്, അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ അത് തീർച്ചയായും പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീനന്ദയിലേക്ക് പോവുകയാണ്. ശ്രീനന്ദ, ഒരു ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അത് തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഒപ്പം മറ്റെന്തെല്ലാം മുന്നറിയിപ്പുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ശ്യാംബാബു പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിൽ. അത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നൊരു കാര്യമാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്ന പുതിയ അലേർട്ടുകൾ അനുസരിച്ച് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തലസ്ഥാന നഗരിയിൽ മഴയുടെ യാതൊരുവിധ ലക്ഷണവും ഇതുവരെയും കണ്ടുവന്നിട്ടില്ല. രാത്രി കാലങ്ങളിൽ വൈകുന്നേരം ഒരു 4 മണി മുതലാണ് തലസ്ഥാനത്തും കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ രാത്രി നല്ല തോരാ മഴയായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരവും ഇനി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാവുക എന്നൊരു മുൻകരുതൽ കൂടി എടുക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരോട് പോകരുതെന്നുള്ള കർശന നിർദ്ദേശം തന്നെ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പും നൽകിയിട്ടുണ്ട്. അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി നമ്മൾ കേട്ടിരുന്നു. ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ നിരവധി നാശനഷ്ടങ്ങൾ മഴയുണ്ടായിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു. ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ ഇതുവരെയും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കും വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുക എന്നൊരു കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പറയുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ശ്രീനന്ദയും സുബിൻ തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.